ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എത്ര പെട്ടെന്നാണല്ലേ കടന്നു പോയത്. നമ്മളങ്ങനെ 2026 എന്ന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല സന്തോഷങ്ങളും നേരുന്ന ഒന്നായി മാറട്ടെ എന്നാദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ കോട്ടയം പുഷ്പമേളയ്ക്ക് പോയപ്പം അവിടുന്ന് വാങ്ങിയ 2 ചൈനീസ് ബോൾസത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇത്. ഏത് കളറാണ് എന്ന് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. കാരണം ഒരുപാട് കളറിൻ്റെ തൈകളിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള 2 തൈകൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒന്ന് കടും റെഡ് ആവാനാണ് സാധ്യത. ഇനി ഇത് വളർന്ന് പൂവിട്ട് വരുമ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒന്നിൽ തന്നെ കുറേ തണ്ടുകൾ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഓരോ തണ്ടും ഓരോ ചട്ടികളിലേക്കായിട്ട് മുറിച്ച് നട്ടിട്ടുണ്ട്. ഇപ്പം കണ്ടത് നമ്മുടെ CC പ്ലാന്റിൻ്റെ ഒരു ഇലയാണ് കേട്ടോ. പച്ച കോമൺ ആയിട്ട് കാണുന്നതാണ്, പക്ഷേ ഈ ഒരു കളറ് വളരെ റെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ എന്താണെങ്കിലും ഒരു ചട്ടിക്കകത്ത് ഇതേപോലെ ചെറിയ രീതിയിൽ ചെരിച്ച് നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിപ്പോൾ നല്ല പോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്താണെങ്കിലും വളർന്നു വരുന്നുണ്ട്. തിരുവല്ലായി നമ്മൾ പോയിട്ട് വന്നപ്പോഴേക്ക് കിളിക്കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ പിന്നെ കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു തീറ്റ തീർന്നുകൊണ്ടാവണം അവർ വരാതിരുന്നത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അവരുടെ പാത്രത്തിലൊക്കെ ഇപ്പം നിറയെ തീറ്റയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ്. ഏകദേശം 6 മാസത്തിന് മുകളിലായി ഇതിപ്പം ഇങ്ങനെ വളർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പം എല്ലാ അടിഭാഗം വീതം ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൂക്കളും കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് അത് നല്ലപോലെ കയറി പിടിച്ചിട്ടുണ്ട്. മുകളിൽ ഇതേപോലെ വളർന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ തൂണിലും നമ്മൾ അവിടെ ചെറിയൊരു തൈ നട്ട് പിടിപ്പിച്ചാണ് എന്താണല്ലോ അത് വളർന്നു വരുന്നുണ്ട്. അപ്പം അതേൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണല്ലോ സന്തോഷമായി. ഇതിപ്പം ഒറ്റ ഇതളുള്ള ശംഖുപുഷ്പമാണ്. നമ്മൾ തിരുവല്ലായിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് 2 ഇതളുള്ള ശംഖുപുഷ്പത്തിൻ്റെ വിത്തും കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെങ്കിലും പാകിയിട്ടുണ്ട് കേട്ടോ.